ദേണോസ്തുതിക്ക് വീട് വെച്ച് കൊടുത്ത KHDC ഫിറോസ് ബിഷപ്പ് സ്ഥലം തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു എന്നറിഞ്ഞിട്ടായിരിക്കണം ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റില് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, എന്റെ സംശയം ഇതാണ്: മരണപ്പെട്ടു പോയ കലാകാരൻ സുധിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് നൽകിയ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു. ഇതിൽ എന്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇതാണ്: അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും? ബിഷപ്പ് സ്ഥലം മാത്രമല്ലേ കൊടുത്തത്, ഇപ്പോഴതിലൊരു വീടില്ലേ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു വീട് കൊടുത്ത് കിട്ടിയ ചീത്തപ്പേര് പതിയെ മാറി വരികയായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നമ്മളും കോടതി കയറേണ്ടി വരുമോ? ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? NB: എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായ യോജിപ്പില്ല. എടാ ഉളുപ്പില്ലാത്തവനെ! രേണുസുതി വീടിന്റെ പെയിന്റ് പോകുന്നു, മഴ പെയ്യുന്നു, ചോരുന്നു, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ കുറെ കുറ്റം പറഞ്ഞപ്പോ ഇയാള് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറെ പോസ്റ്റും കുറെ വീഡിയോയും മറ്റേത് മറിച്ചതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രേണുസുതിയുടെ ഏതോ വീഡിയോയുടെ താഴെ പോയിട്ട് ഫിറോസ് KHDC ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു: കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്ക്. രേണു കല്യാണം കഴിക്കുന്നതാണോ ഫിറോസ് KHDCയുടെ പ്രശ്നം? കല്യാണം കഴിക്കുവാണെങ്കിൽ വീട് തിരിച്ചു തന്നേക്ക്, വേറെ വല്ലതും ആണെങ്കിൽ വീട് തിരിച്ചു തരണ്ട. അതാണോ മൈൻഡ് സെറ്റ്? ആ ബിഷപ്പിനെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചപ്പോ ഇയാൾ എവിടെ ആയിരുന്നു? ഇയാളുടെ വീട് ചോരുന്നു എന്ന് പറഞ്ഞിട്ട് രേണുസുതി ബഹളം വെച്ചപ്പോ ബിഷപ്പ് വന്നിട്ട് തനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. താൻ ഈ ബിഷപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടോ എവിടെങ്കിലും? എന്നിട്ടിപ്പോ അച്ഛൻ ആ സ്ഥലം തിരിച്ചു വാങ്ങിക്കാൻ നോക്കുമ്പോ സംശയമായിട്ട് അങ്ങേര് വന്നേക്കുന്നു. താൻ വെച്ചു കൊടുത്ത വീട് രേണുസുതി വേറെ കല്യാണം കഴിക്കുവാണെങ്കിൽ തിരിച്ചു തരണോ എന്ന് താൻ പറഞ്ഞില്ലേ? തനിക്കൊരു സ്ഥലം കിട്ടിയതുകൊണ്ടല്ലേ താൻ ആ വീട് വെച്ചു കൊടുത്തേ? അപ്പൊ അച്ഛന് വന്നിട്ട് ചോദിക്കായിരുന്നല്ലോ, ഞാൻ തന്ന സ്ഥലം എന്ത് ചെയ്യുന്ന്? ഞാൻ തന്ന സ്ഥലത്തല്ലേ താൻ വീട് വെച്ചത്? വീട് താൻ തിരിച്ച് ചോദിക്കുവാണെങ്കിൽ സ്ഥലം ഞാൻ എന്തോ ചെയ്യണം? അതെനിക്ക് തിരിച്ചു തരണം എന്ന് അച്ഛന് വന്ന് പറയായിരുന്നല്ലോ. പറഞ്ഞായിരുന്നോ എവിടെങ്കിലും? ഇപ്പൊ സ്ഥലം തിരിച്ചു വാങ്ങിക്കാൻ നോക്കിയപ്പോ ആ വീട് എന്ത് ചെയ്യും? വീട് വെക്കുമ്പോ കുറെ കാശങ്ങ് മുക്കിയായിരുന്നോ? അത് മേടിച്ചിട്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം കൊണ്ട് വന്നേക്കുന്നേ? ഇനി അഥവാ അച്ഛൻ സ്ഥലം തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ വീടിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം വരും, അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അപ്പൊ ഞാൻ മുഖ്യ കാശൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊക്കെ മേടിച്ചിട്ടാ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഇമാതിരി സംസാരിപ്പിക്കുന്നത് നിങ്ങളാ. നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെ കൊണ്ട് ഇമാതിരി സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിപ്പിച്ചതാ. ഇത്രയും വലിയ സംശയം ഉണ്ടായിരുന്നു, പോയി അച്ഛനെ വിളിച്ച് ചോദിക്കണമായിരുന്നു, ഇന്ന പോലെ എനിക്ക് സംശയമുണ്ട്, എന്നിട്ട് അവിടെ ക്ലിയർ ചെയ്യണമായിരുന്നു. അല്ലാണ്ട് കൊണ്ടുവന്നിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുവല്ല ചെയ്യേണ്ടത്. തനിക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യ്, രേണുസുതിക്ക് വേറൊരു സ്ഥലവും കുറച്ച് വീടും മേടിച്ചിട്ട് താൻ അങ്ങ് കൊടുക്ക്. അല്ല, വീടൊക്കെ തിരിച്ച് വാങ്ങിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ താൻ ഒരു കാര്യം ചെയ്യ്, കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറച്ച് സ്ഥലവും ഒരു വീടും ഒന്നും കൂടെ വെച്ചങ്ങ് കൊടുക്ക്. തന്റെ പ്രശ്നം അങ്ങ് തീരട്ടെ, അതോടെ തീരും. താൻ കൂട്ടിക്കൊണ്ടുപോയി വീട് സ്ഥലം വെച്ചു കൊടുത്താൽ മതിയടോ. അച്ഛൻ ആ സ്ഥലം മേടിച്ച് കൈവെക്കട്ടെ. അല്ല, അപമാനം അല്ലെങ്കിൽ ഇവരുടെ ഈ വൃത്തികെട്ട വർത്തമാനം കേട്ടിട്ട് നിൽക്കാൻ അച്ഛന് തലയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യന്റെ ക്ഷമ എന്ന് പറയുന്നത് അതിന്റെ ഒരു നെല്ലിപ്പലിക കഴിഞ്ഞു കഴിയുമ്പോ ആരായാലും പ്രതികരിക്കും. അതേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. താനും കുറെ പ്രതികരിച്ചായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇപ്പൊ സിമ്പതിയും കോപ്പും കൊണ്ട് വരുന്നുണ്ടല്ലോ. താൻ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് വീട് സ്ഥലം മേടിച്ചു കൊടുക്ക്, തന്റെ പ്രശ്നം അങ്ങ് തീരട്ടെ. എന്നിട്ട് ആ വീടിന്റെ പ്രശ്നം വരുമ്പോ വീണ്ടും വിളിച്ചിട്ട് രേണുസുതി ഓരോന്ന് പറയണം. നല്ല അന്തസ്സായിരിക്കും. മേടിച്ചു കൊണ്ട് കൊടുക്ക് കേട്ടോ. ശരി എന്നാ.